ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ പിതാവായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ഡൽഹിയിലെ വസതിയിലെ പൊതുദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. രാവിലെ 8 മണി മുതൽ AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്കു കാണാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒഴുകിയെത്തുകയാണ് നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു. മൻമോഹൻ സിംഗിന്റെ വേർപാട് രാജ്യത്തിനാകെ തിരിച്ചടിയെന്നും മോദി പ്രതികരിച്ചു. ये सामान्य बात नहीं है। अभावों और संघर्षों से ऊपर उठकर कैसे ऊंचाइयों को हासिल किया जा सकता है, उनका जीवन ये सीख भावी पीढ़ी को देता रहेगा। एक नेक इंसान के रूप में, एक विद्वान अर्थशास्त्री के रूप में और रिफॉर्म्स के प्रति समर्पित लीडर के रूप में उन्हें हमेशा याद किया जाएगा. രാഹുലും പ്രിയങ്കയും സോണിയാഗാന്ധിയും അടക്കമുള്ള നേതാക്കളും വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉപദേശകനെയും വഴികാട്ടിയെയുമാണ് നഷ്ടമായതെന്ന് രാഹുൽ പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ പരുക്കൻ ലോകത്തെ സൗമ്യതയുടെ പ്രതീകമായിരുന്നു മൻമോഹൻ സിംഗ് എന്നായിരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തിയ പ്രധാനമന്ത്രിയെന്നായിരുന്നു SP നേതാവ് അഖിലേഷ് യാദവ് അനുശോചിച്ചത്. आज दुखी भी है और उनके पुराने भाषण से लेकर के पुरानी चीज़ों को याद कर रहा है. देश के एक अच्छे प्रधानमंत्री के रूप में हमेशा वो याद किए जाएंगे. इतिहास के पन्नों में जरूर चले गए वो, लेकिन वो देश के एक अच्छे प्रधानमंत्री के रूप में हमेशा जाने जाएंगे. മൻമോഹൻ സിംഗിന്റെ വിയോഗം ജനാധിപത്യ ഇന്ത്യക്ക് തീരാനഷ്ടമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. 10 വർഷത്തെ ഭരണം കൊണ്ട് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് മൻമോഹൻ സിംഗ് എന്ന് തെളിയിച്ചെന്നും കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. ഒരു വല്ലാത്ത മനുഷ്യൻ, ഇതുപോലൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പറഞ്ഞാൽ നാളെ തലമുറ വിശ്വസിക്കുമെന്ന് സംശയമുണ്ട്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആർഭാടമില്ല, സത്യസന്ധമായ ജീവിതം, ലളിതമായ ജീവിതം നയിച്ച അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും രാജ്യത്തെ ഉണ്ടാക്കിയ നഷ്ടം പെട്ടെന്ന് നികത്താൻ സാധ്യമല്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളെന്നായിരുന്നു മൻമോഹൻ സിംഗിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശേഷിപ്പിച്ചത്. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ലോക നേതാക്കളും അനുശോചിച്ചു. ഇന്ത്യ US പങ്കാളിത്തത്തിന്റെ തന്ത്രപരമായ ചാമ്പ്യൻ എന്നായിരുന്നു US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ വാക്കുകൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. രാജ്യത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടും ദുർബലനെന്ന് വിളിക്കപ്പെടുകയും നിരന്തരം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ടും മൗനിയെന്ന് ആക്ഷേപിക്കപ്പെടുകയും ചെയ്ത നേതാവാണ് മൻമോഹൻ സിംഗ്. എന്നാൽ ആക്സിഡന്റൽ PM എന്നതടക്കമുള്ള ആക്ഷേപങ്ങളെ ചരിത്രം തിരുത്തുമെന്ന മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ കാലത്താൽ സാധൂകരിക്കപ്പെട്ടു. History will be kinder to me than the contemporary media. മാധ്യമങ്ങളോ പ്രതിപക്ഷമോ എന്നോട് കാണിക്കാത്ത കരുണ ചരിത്രം എന്നോട് കാണിക്കും. 2014 ജനുവരി 3 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്റെ അവസാന പത്രസമ്മേളനത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത്. സഖ്യകക്ഷി നേതാക്കൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളാൽ കലുഷിതമായിരുന്നു മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഊഴം. 2G സ്പെക്ട്രം അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് ക്രമക്കേട്, കൽക്കരി കുംഭകോണം, അങ്ങനെ നീളുന്നു രണ്ടാം UPA സർക്കാർ നേരിട്ട അപഖ്യാതികൾ. മുംബൈ ഭീകരാക്രമണം, നിർഭയ കൂട്ടബലാത്സംഗ കൊലക്കേസ്, അങ്ങനെ ജനരോഷം ഇളക്കിവിട്ട നിരവധി സംഭവങ്ങൾ. തുടർന്ന് 2014 UPA അധികാരഭ്രഷ്ടരായി. മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായയ്ക്കും ഇതൊക്കെ മങ്ങലേൽപ്പിച്ചു. 10 വർഷം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നയിച്ചിട്ടും ആക്സിഡന്റൽ PM എന്ന ടാഗ് മൻമോഹൻ സിംഗിനെ ഒഴിഞ്ഞുപോയില്ല. മൗനി ബാബ, മൗനി മോഹൻ എന്നെല്ലാമായിരുന്നു പ്രതിപക്ഷ പരിഹാസം. ദുർബലനായ പ്രധാനമന്ത്രി എന്നായിരുന്നു ആക്ഷേപം.
people say I was a silent prime minister. I think these volumes speak for themselves. I certainly would like to say that I was not the prime minister who was afraid of talking to the press. ഒരിക്കൽ മാധ്യമങ്ങളോട് ഡോക്ടർ മൻമോഹൻ സിംഗ് ചോദിച്ചു, ശക്തനായ പ്രധാനമന്ത്രി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അഹമ്മദാബാദിന്റെ തെരുവുകളിൽ നിരപരാധികളുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നതാണോ ശക്തിയുടെ അളവുകോൽ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത്ര ശക്തനായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗുജറാത്ത് കലാപത്തെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു. അതേ മൻമോഹൻ സിംഗ് ആണ് നോട്ട് നിരോധനത്തെ സംഘടിത കൊള്ളയെന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷ ശബ്ദത്തിന് വീറു പകർന്നത്. കൂരമ്പുകളുടെ കാലത്തും തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളെ നേരിട്ടു മൗലി എന്ന് വിളിക്കപ്പെട്ട ആ മുൻ പ്രധാനമന്ത്രി. ഇന്ത്യയെ സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിന്ന് കരകയറ്റി ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ദീർഘദർശിയായ ഈ രാഷ്ട്രതന്ത്രജ്ഞന്റേതാണ്. സോണിയയുടെ പാവയെന്ന് പഴികേട്ട മൻമോഹൻ സിംഗാണ് ഒരു ദശാബ്ദക്കാലം കോൺഗ്രസിന്റെ 2 കൂട്ടുകക്ഷി സർക്കാരുകളെ നയിച്ചത്. രാഹുൽ ഗാന്ധി പോലും മൻമോഹൻ സിംഗിന്റെ ഓർഡിനൻസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ചരിത്രത്തിലെ കൗതുകം. An India worthy of the dreams of the founding fathers of our republic. We shall pay any price, bear any burden, make any sacrifice to realize those dreams. India is on the move again. We shall make the future happen. 1991 വിപ്ലവകരമായ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അന്ന് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: ലോകം മുഴുവൻ ഉച്ചത്തിലും വ്യക്തവുമായി കേൾക്കട്ടെ, ഇന്ത്യ ഉണർന്നു കഴിഞ്ഞു, നമ്മൾ വിജയിക്കും. US പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ലോകം കാതോർക്കുന്നു. രാഷ്ട്രീയത്തിൽ മര്യാദയും സഹിഷ്ണുതയും മുഖമുദ്രയാക്കിയ ആ നേതാവ് വാക്കുകൾക്കപ്പുറം പ്രവൃത്തികൊണ്ട് പരിവർത്തനത്തിന്റെ ചാലകശക്തിയായി തീർന്നു. ചരിത്രം മൻമോഹൻ സിംഗിനോടല്ല, മൻമോഹൻ സിംഗ് ചരിത്രത്തോടാണ് ദയ കാണിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.